ഞാനൊരു ദിവസം ബാഗൽകോട്ടിൽ ഞങ്ങളുടെ ജെഡ് പി എന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്ത്, അവിടുത്തെ ഏറ്റവും വലിയ സ്ഥാപനം, സർക്കാർ സ്ഥാപനം അതാണ്. അപ്പോൾ അവിടുന്ന് എന്നെ ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് അയച്ചിരിക്കുകയാണ് എന്തോ ഒരു പ്രോജക്റ്റുമായി. ഐനുഗാർഗെ, അതായത് എരുമയുടെ ഐനുഗാർഗെ എന്നാണ് പറയുക, എരുമ കൃഷി. അതിൻ്റെ പാലെടുത്ത് ആ പാല് കൊണ്ടുണ്ടാക്കുന്ന പേട ഞങ്ങളുടെ ഷെട്ടി സാറ് കഴിക്കില്ല. അത് ഞങ്ങൾക്ക് YPസിന് തരും. കാരണം അത് ദളിതമായിട്ടുള്ള സ്ത്രീയാണ് അത് ഉരുട്ടുന്നത്, പേട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവരത് കഴിക്കില്ല. അപ്പോൾ അതൊന്ന്. മറ്റൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായത്, ഞാനൊരു ദിവസം ഇങ്ങനെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ കാല് നീട്ടിയിരിക്കുമ്പോൾ എൻ്റെ കാലിൽ പെട്ടെന്ന് എന്തോ ഇങ്ങനെ ഇഴയുന്ന ഒരു ഫീൽ വന്നു എനിക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പാമ്പാണ്. കാരണം ഇതെല്ലാം മൊത്തം കാടിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. നമ്മളുടെ കേരളത്തിലെ പോലെയുള്ളൊരു വൃത്തിയോ അല്ലെങ്കിൽ ഒരു ഹൈജീൻ കോൺസെപ്റ്റോ ഒന്നും അവിടെ ആർക്കും ഇല്ല. ചൂടുവെള്ളമൊന്നും ആരും വെള്ളമൊന്നും തിളപ്പിച്ചൊന്നും കുടിക്കില്ല. ഒരു ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ വി ആർ സപ്പോസ് ടു ഗോ ബൈ അറൗണ്ട് 11:30 പോയാൽ ഒരു 2:30 ആകുമ്പോൾ നമുക്ക് ഫുഡ് വരും. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ വസ്ത്രം വെള്ളയൊക്കെ ധരിച്ചിട്ട് എൻ്റെ കാലിലെ നഖം വെട്ടുകയാണ്. ഞാൻ പെട്ടെന്ന് കാലിങ്ങോട്ട് നീട്ടിയപ്പോൾ എൻ്റെ കാലൊന്ന് കോറി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ കന്നഡയിലാണ് ഞാൻ ചോദിച്ചത്, എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അതായത് അവരുടെ സീനിയറായിട്ടുള്ള ഓഫീസർ കൊണ്ട് എന്നോട് പറഞ്ഞു, അവൻ്റെ ജാതി അതാണ്. ഞാനൊക്കെ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട്, നമ്മുടെ നാട്ടിലതില്ലല്ലോ. അവൻ്റെ ജാതി അതാണ്. അവനെ സംബന്ധിച്ച് ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥരുടെ കാലിൽ നഖം വെട്ടുക, കാല് മസാജ് ചെയ്ത് കൊടുക്കുക, ഇതാണ് അവൻ്റെ ജോലി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കർണാടകയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വീട് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ശാസ്ത്രീയല്ല, ഞാൻ എൻ്റെ പേര് വേറെ എന്തുമായിരുന്നു അവിടെ, അത് ഉയർന്ന സവർണരാണെന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ അന്ന് കേട്ടോ, എനിക്കറിയില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്, നോൺ വെജ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ചിക്കൻ കഴിക്കണമെങ്കിൽ തലയിൽ തോർത്തിട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ പുറത്ത് പോയിട്ട്, അന്ന് വേറെ മലയാളീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മദ്യം കുടിക്കുന്ന ബാറുണ്ടല്ലോ, ബാർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട്. അവിടെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ കഴിക്കാം, എന്നല്ലാതെ ലോക്കലി ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. അങ്ങനെ ഒരു സാഹചര്യം. ഇപ്പം എന്നെ സത്യം ആ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്നത്, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയ സമയത്ത് നെയ്ച്ചാള കൊണ്ടുപോയി, പക്ഷെ അന്ന് ഈ റൂം പെർഫ്യൂമർ ഉപയോഗിക്കാൻ മറന്നുപോയി. അങ്ങനെയാണ് സത്യത്തിൽ എന്നെ രാത്രിക്ക് രാമായണം ആ മുറിയിൽ നിന്ന് തുരത്തുന്നത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അവിടെയൊക്കെ എനിക്ക് അതായത് എൻ്റെ ട്രീറ്റ്മെൻറ്റ്സൊക്കെ കഴിഞ്ഞ് ഞാനവിടെ പുരുഷനായിട്ടാണ് നിയമിക്കപ്പെട്ടതെങ്കിലും ഞാനവിടെ ഒരു സ്ത്രീ ആയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ സ്ത്രീ എന്നെനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എങ്ങനെയാണോ എൻ്റെ സ്വാഭാവികതയിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അവിടെ നിന്ന് എനിക്ക് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം പല YPസിനെ അവർ കട്ട് ആൻഡ് ഷോർട്ട് ചെയ്തിട്ട് അവർക്ക് ആ ഒരു സ്ഥാപനം അവർക്കത് ക്ലോസ് ചെയ്യണമായിരുന്നു, ഗവൺമെൻറ്റിന്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ പിന്നെ വ്യത്യസ്തമായ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ എടുപ്പും എൻ്റെ നടപ്പും എൻ്റെ പ്രവർത്തനവും എൻ്റെ എക്സ്പ്രഷൻസും എല്ലാം മറ്റുള്ളവർ പറയുന്നത് ഒരു സ്ത്രീയുടെ പോലെ തന്നെ. ഒരു സ്ത്രീ മീശ വെച്ച് ഒരു പാൻസ് ഇട്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയായിരുന്നു ഞാൻ. കേരളത്തിലെ സ്കൂളുകളിലെ എനിക്ക് അനുഭവമുള്ളൊരു കാര്യം, ഒരു അധ്യാപകൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, ഈ മനുഷ്യർ പോയി തോണ്ടുന്ന കണ്ടിട്ടുണ്ട്. എന്താ സാറേ കല്യാണം കഴിക്കാത്തത്? സാറിന് എന്തെങ്കിലും ജാതകദോഷമുണ്ടോ? സാറ് എന്തെങ്കിലും ഞങ്ങൾ ഇടപെടണോ? സാറിന് ശാരീരികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് എന്നാ ഒരു സദ്യ തരിക? ഞാൻ ചോദിക്കുന്നത്, സ്വിഗ്ഗിയിലൊക്കെ ഈ സദ്യയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു കാലത്ത് ഒരു 230 രൂപ കൊടുത്താൽ നമുക്ക് ഫ്രീ ഡെലിവറിയാണ് വീട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അങ്ങോട്ട്. എന്തിനാണ് ഈ മനുഷ്യരുടെ സ്വാഭാവികമായ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഈ കടന്നുകയറ്റം? ഞാൻ വികലാംഗക്ഷേമ കോർപ്പറേഷൻ, സോറി കേട്ടോ വാക്ക് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, സ്ഥാപനത്തിൻ്റെ പേര് ഇപ്പോഴും അങ്ങനെയാണോ എന്നറിയില്ല. ആ സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല, എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയ്ക്ക് നിങ്ങൾക്ക് പ്രയാസം എന്നൊക്കെ നേരിട്ടല്ലാതെ പലരും നമ്മളോട് കൺവേ ചെയ്ത ഒരു ഓർമ്മ എനിക്കുണ്ട്. ജീവിതത്തിൽ അങ്ങനെ പല പ്രണയങ്ങളും വന്നു പോയിട്ടുണ്ട്, ഒരുപാട് പ്രണയങ്ങൾ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ആൺശരീരം എല്ലാ കാലത്തും ഒരു വിലങ്ങുതടിയായിരുന്നു. ആണിൻ്റെ കൂടെ ജീവിക്കാൻ ഇന്ത്യ വാസ് നോട്ട് എ റൈറ്റ് പ്ലേസ് എന്ന രീതിയിൽ
പലപ്പോഴും ഫാമിലിയിൽ നിന്ന് നേരിട്ടും അല്ലാതെയൊക്കെയുള്ള ചില ആലോചനകളും ചില സ്വരങ്ങളും ഒക്കെ വന്നിരുന്ന ഒരു കാലഘട്ടം. അപ്പം ഞാൻ എനിക്കൊന്ന് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് കർണാടകയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പ്രണയമൊന്നുമില്ല. കാരണം ഞാനത് വേറൊരു ലോകമായിരുന്നു എന്നെ സംബന്ധിച്ച്. പാട്ടും പിന്നെ അവിടെയുള്ള കൾച്ചറൽ പ്രോഗ്രാംസും അങ്ങനെയൊക്കെ ആയിട്ട്. അതിനുശേഷം കേരളത്തിൽ വന്ന് ഞാൻ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ വർക്ക് ചെയ്ത് അതിനുശേഷം പെഹച്ചാൻ എന്നൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം, ഒരു അയ്യങ്കാർ ഫാമിലിയിൽ നിന്നൊരു ഡോക്ടർ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ അത്ഭുതമാണ് ഇപ്പോൾ സംസാരിക്കുമ്പോഴും. അദ്ദേഹം ഒരു ഗേ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അങ്ങേർക്ക് എന്നെ കല്യാണം കഴിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ അന്നത്തെ അവിടെ ഒരു സോഷ്യൽ വർക്കറായിരുന്നു. അവരെന്നെ കാണണമെന്ന് പറയുന്നു. ഞാനിവിടുന്ന് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് ഞാനിവിടുന്ന് പോകുന്നു. അദ്ദേഹത്തെ കാണുന്നു, സംസാരിക്കുന്നു. ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ച് അന്ന് പ്രണയം, വിവാഹം എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരു നീഡ്ഫുൾ ആയിട്ടുള്ള സമയമായിരുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും, നമ്മളെ കല്യാണം ഇതൊക്കെ ഒരു സാങ്കല്പികമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച് ആ പ്രായത്തിൽ അത് അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ചെന്നൈയിലാണ്, ഡീൻഡിക്ക് അടുത്തായിരുന്നു. അപ്പോൾ ഞാനന്ന് മന്ദവേളി പക്കത്തിൽ താമസിച്ച്, എനിക്ക് സ്ഥലങ്ങളൊക്കെ അറിയാം. മന്ദവേളി പക്കത്തിൽ താമസിച്ച് മുൻപ് അവിടെ ഒരു ജോബ് ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഞാനത് വീട്ടിൽ അവതരിപ്പിച്ചു. അപ്പോഴാണ് പൊട്ടിത്തെറി. പ്രായപൂർത്തിയായ ആണുങ്ങളുടെ കൂടെ ഉള്ള എൻ്റെ പല പ്രണയബന്ധങ്ങളും എൻ്റെ ഒരുമിച്ചുള്ള യാത്രകളും ഒക്കെ വീട്ടിലറിയാം. പക്ഷേ അത് വിവാഹത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. വലിയ പൊട്ടിത്തെറി ഉണ്ടായത്, ആദ്യം പറഞ്ഞതുപോലെ ഇതൊന്നും സമൂഹം അംഗീകരിക്കില്ല എന്ന രീതിയിലൊരു ചർച്ച വീട്ടിൽ വരികയും ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ പിന്നീട് മദ്രാസിൽ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് നിറവേറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 20,000 rupees അന്ന് ഞാൻ സമ്പാദിച്ച പൈസ ഉണ്ടായിരുന്നു. ഞാനത് മദ്രാസിൽ ഒരു നദിയുടെ തീരത്ത് ചെന്നിട്ട് അത് അങ്ങനെ ഒഴുക്കി കളഞ്ഞു. കാരണം ആ പൈസ കൊണ്ടിനി ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ എന്ന് കരുതി. അത് ഇപ്പോഴതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ശരീരത്തിൻ്റെ അകത്തുനിന്നൊരു വ്യക്തി സ്വാതന്ത്ര്യമല്ല തേടുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാന്ത്വനം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഒരു മനുഷ്യനും ഇത് പറഞ്ഞ് മനസ്സിലാകുന്നില്ല എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. ഇനി ആ മനുഷ്യനോട് തോന്നുന്ന പ്രണയമാണോ, ആരാധനയാണോ, അതല്ലെങ്കിൽ ഒരു ദ്വീപ് തേടി, ഒരു സാന്ത്വനത്തിൻ്റെ ദ്വീപ് തേടിയുള്ള യാത്രയാണോ, അതൊരു മനുഷ്യനും അക്കാലത്ത് മനസ്സിലായില്ല എന്നതാണ് വാസ്തവം. ഞാനെൻ്റെ ജോലി രാജിവെച്ചു. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഐ വാസ് ലൈക്ക്, നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആരുമില്ല. അങ്ങനെ ആ സമയത്താണ് ഈ വേൾഡ് വാറിൻ്റെ എൻ്റെ +2 ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുന്ന സമയത്താണ് കെമിക്കൽ കാസ്ട്രാക്ഷനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പോൾ എൻ്റെ വിചാരം കടുക്ക ഈ അച്ഛന്മാർക്കൊക്കെ പള്ളിയിൽ യൂത്ത് വിങ്സിലൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് കടുക്കയെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്കതൊരു ഔഷധമായിട്ടും കഷായമായിട്ടൊക്കെ ഇപ്പോൾ തരുന്നുണ്ട്. എൻ്റെ വിചാരം ഈ കടുക്ക തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ലൈംഗിക വികാരം കുറയുമെന്നാണ്. പക്ഷെ അത് കഴിച്ചത് കൊണ്ടൊരു പ്രോബ്ലം ഉണ്ടായത്, അത് നമ്മളുടെ ശരീരത്തെ വളരെ സ്ലോ ആയിട്ട് ഡീറ്റിയോറേറ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് എനിക്ക് ഈ ആർത്രൈറ്റിസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് അതിന് ശേഷമാണ്. അതായത് എനിക്കിനി ഒരു മനുഷ്യനോടും ഒരു പുരുഷനോടും എനിക്ക് ലൈംഗികമായ, അതായത് കാമം അല്ലെങ്കിൽ പ്രണയം, ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടും രണ്ടാണെന്നാണ്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും പോലെ രണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു പുരുഷനോടും എനിക്ക് കാമമോ പ്രണയമോ ഇനി തോന്നരുത്. ഇതോടുകൂടി എൻ്റെ ലൈംഗികമായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളും നശിക്കട്ടെ എന്നുള്ള രീതിയിൽ, പരീക്ഷണമായിട്ടല്ല. ആക്ച്വലി നമ്മൾ പറയില്ലേ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുമെന്ന്. എനിക്ക് പിന്നെ തോന്നി എൻ്റെ ജീവിതത്തിലുണ്ടായ ഞാൻ എന്നെ തന്നെ ഞാൻ നശിപ്പിച്ച ആദ്യത്തെ ഒരു സംഭവം അതായിരിക്കാം എന്നെനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. കാരണം അത്രത്തോളം ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർന്നു പോയി. കാരണം അതുവരെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന പാരൻസ്, നമുക്കൊപ്പമുള്ള പാരൻസ്, ഞാൻ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ
MSM പ്രോജക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്തത്, മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ. അവിടെ ഔട്ട്റീച്ച് വർക്കറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അന്ന് നിലനിന്നിരുന്നത് ഓരോ മേഖല, ഫോർ എക്സാമ്പിൾ ഫീമെയിൽ സെക്സ് വർക്കേഴ്സ് ഉണ്ട്, FSW, MSM മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ, പിന്നെ ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൈഗ്രൻസ് ആയിരുന്നു, പിന്നെ ഡ്രഗ് അബ്യൂസേഴ്സിൻ്റെ പ്രോജക്റ്റ്. അതെനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ ആ പ്രോജക്റ്റിൽ 1-2 തവണ പോയിട്ടുള്ളൂ. ഈ ഞങ്ങൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു സിറ്റിക്കകത്ത് പുരുഷനുമായി ബന്ധപ്പെടുന്ന പുരുഷന്മാർ, അതിനെ തന്നെ പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൊവൈഡർ, നമ്മൾ ഈ ടോപ്പ് ബോട്ടം എന്നൊക്കെ ചില ഫാൻറ്റസികളിൽ പറയുന്ന പോലെ പ്രൊവൈഡേഴ്സ് ഉണ്ട്, റിസീവേഴ്സ് ഉണ്ട്, പിന്നെ DD ഡബിൾ ഡക്കർ, അതായത് ബോത്ത് റിസീവിങ് എൻഡിലും അതുപോലെ പ്രൊവൈഡിങ് എൻഡിലും. നമ്മൾ ചില ഇറോട്ടിക് സാഹിത്യത്തിൽ 69 എന്നൊക്കെ പറയുന്ന പോലെ DDs ഉണ്ട്, പോസ്റ്റ് മാരേജ് കൊണ്ട് വിവാഹത്തിലെത്തിപ്പെട്ട സ്വർഗാനുരാഗികളായ പുരുഷന്മാർ, അങ്ങനെ കുറച്ച് ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഈ HIV പ്രിവെൻഷൻ പ്രോഗ്രാംസ് നടത്തലായിരുന്നു അന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. അപ്പോൾ അതിന് ICTC എന്ന് പറയും. പിന്നെ സിഫിലിസ് അതുപോലെയുള്ള VDRL ടെസ്റ്റുകൾ, ഈ ലൈംഗിക രോഗങ്ങൾ, മറ്റ് ലൈംഗിക രോഗങ്ങളുടെ ടെസ്റ്റുകൾ, ഇതൊക്കെ ഇതിനൊക്കെയുള്ള സത്യത്തിൽ അത് എക്സിസ്റ്റ് ചെയ്തിരുന്നത്, കോണ്ടം പ്രൊമോഷൻ നടത്തിയിരുന്നത് ഈ HIV എയ്ഡ്സിൻ്റെ ഇത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതിൽ. അപ്പോൾ അവിടെ മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ എന്ന് പറയുമ്പോൾ പുരുഷനുമായിട്ട് സെക്സ് ചെയ്യുന്ന പുരുഷന്മാരുടെ ഒരുപാട് ഗ്യാങ്സും ഗ്രൂപ്പ്സും. ഞാനതിൽ മാനേജറാണ്. അവർ എൻ്റെ വീട്ടിൽ വരുന്നു, ഞാൻ അവർക്കൊപ്പം പോകുന്നു. എൻ്റെ അച്ഛൻ ഞാൻ ലേറ്റായി കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ വരുന്നു. അച്ഛൻ എല്ലാവർക്കും അറിയാം, എൻ്റെ അമ്മയെ അറിയാം, വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും എൻ്റെ പാരൻസിന് കുഴപ്പമില്ല. അവരവിടെ കണ്ടത് തന്നെ പ്രൊഫഷനായിട്ട് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ പറ്റി അവർ കണ്ടോ അവർ കാണാതിരുന്നോ, ഇനിയിപ്പോൾ സമൂഹത്തെ ഭയന്നിട്ട് അവർ എന്നെ കുറ്റം പറഞ്ഞോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് ഈ ആണാൺ പ്രണയങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോഴും എൻ്റെ ധാരണ ഞാനത് പറയുമ്പോൾ നാളെ എൻ്റെ പ്രണയവും ആക്സെപ്റ്റബിൾ ആകും എന്നുള്ള രീതിയിലാണ്. അപ്പോഴും എനിക്കറിയില്ലല്ലോ ഈ ഇൻറ്റർസെക്സ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. ഞാനൊരു പുരുഷനാണെന്നുള്ളൊരു മേനി നടിച്ചുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ആ ഒരു പ്രണയം അവിടെ റദ്ദ് ചെയ്യപ്പെടുകയും ഞാൻ അദ്ദേഹത്തോട് കൺവേ ചെയ്ത സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷെയറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നൂടെ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. അപ്പം എനിക്കെന്ന് വെച്ചാൽ എൻ്റെ പാരൻസിന് അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ഒന്ന് സംസാരിക്കാനുള്ള ഒരു സ്റ്റാൻഡെങ്കിലും എൻ്റെ മദറോ എൻ്റെ ഫാദറോ എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് അവരുടെ കഴിവില്ലായ്മ എന്ന് എനിക്കിപ്പോൾ പറയാം. കാരണം അത്തരത്തിലൊരു സാമൂഹ്യ സാഹചര്യമല്ലല്ലോ തമിഴ്നാടും കേരളവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ ഞാനതിൽ പ്രണയത്തിന് ഇരയായോ എന്ന് ചോദിച്ചാൽ ആയി എന്ന് എനിക്ക് പറയുന്നതിനോട് എനിക്കൊരു സങ്കടമില്ല. പക്ഷെ അദ്ദേഹം പിന്നെ ജർമ്മനിയിലേക്ക് പോയി, ഒരു പാർട്ട്ണർ അദ്ദേഹത്തിന് അവിടെ കിട്ടി, അവരെന്തോ കുട്ടിയെ ദത്തെടുത്തു എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പിൽക്കാലത്ത് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുമില്ല. ഒരു പക്ഷേ എനിക്ക് ഇനി എന്ത് പറയുമെന്നും എനിക്ക് അറിയില്ല. സഞ്ചാരത്തോടൊപ്പം അമേരിക്കയിലൂടെ ഒരു ദീർഘയാത്ര നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919
6660. സന്ദർശിക്കൂ sanjaram.com. സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് പക്ഷേ അത് പ്രണയമാണെന്ന് പോലും ഇവിടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലൊക്കെ പ്രണയങ്ങളുണ്ട്. പക്ഷെ പലരും അത് പറയാറില്ല. എനിക്കങ്ങനെ പ്രണയം തോന്നുന്നു. അവരതിനെ മറ്റ് പല രീതിയിലുമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രണയം എന്നുള്ളൊരു തീവ്രതയിലേക്ക് ഒതുങ്ങാതെ മറ്റു പല രീതിയിലും അത് അവർ വളരെ മനോഹരമായിട്ട് അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പ്രണയം എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് പലപ്പോഴും എതിർ നിൽക്കുന്ന വ്യക്തിയോട് അത് അവതരിപ്പിക്കണമെന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതെല്ലാം എനിക്ക് ആരോടൊക്കെ പ്രണയം തോന്നിയോ, ആരോടൊക്കെ എനിക്ക് അടുപ്പം തോന്നിയോ, അന്ന് കാലം എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു തട്ടെടുത്ത് മാറ്റിയെങ്കിലും ഇന്നതെനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. കുറേ കാലം വീട്ടിലിരുന്നു. ഈ കെമിക്കൽ കാസ്ട്രാക്ഷൻ എന്നൊരു പ്രോസസ്സ്, അതായത് ഈ കടുക്കാകുടി. പിന്നെ എനിക്ക് ഒന്നിനോടും അങ്ങനെ ഒരു താല്പര്യമില്ലായ്മ. ഒരു 6-7 മാസം ഞാൻ പുറത്തിറങ്ങാതെ, കാരണം എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത ലോകം എൻ്റെ പാരൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കുറേ സമയം വേണ്ടി വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ ഇരുന്ന് അച്ഛനോട് പറയുന്നതൊക്കെ, എന്താ ജോലിക്ക് പോവാത്ത, ഞാൻ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല, അങ്ങനെ ഇങ്ങനെ ട്രിഗർ ചെയ്ത് ഞാൻ ബാംഗ്ലൂരിലൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതായത് ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപനം, തൃശ്ശൂർ ഒറ്റപ്പാലത്തായിരുന്നു അവരുടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് കോഴ്സ്, അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഒരു സാറിൻ്റെ കീഴിലായിരുന്നു ആ സ്ഥാപനം. അവർ നമ്മളെ ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ സ്കൂൾ നമുക്ക്, അതായത് സാറ് മുഖാന്തരം സാറിനൊരു എമൗണ്ട് കൊടുക്കും, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് സാലറി ആയിട്ട് തരും. അപ്പോൾ 10,000 എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആദ്യം തൃശ്ശൂരിൽ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പൊന്നാനിയിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞ ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാടെന്ന് വെച്ചാൽ ഒത്തിരി മാറ്റങ്ങൾ. എൻ്റെ ലൈഫ്, എൻ്റെ കംപ്ലീറ്റ്, അതായത് ഒരു ആക്ടിവിസം, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളുടെ നടുക്കുള്ള ഒരു ജീവിതം, ഇതിൽ നിന്നൊക്കെ എന്നെ കംപ്ലീറ്റായിട്ട് ഒരു ഹാംലെറ്റ് ലൈഫ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് സത്യത്തിൽ അപ്പോഴായിരിക്കും. ഒരു കുഗ്രാമമായിരുന്നു എന്നെ സംബന്ധിച്ച് പൊന്നാനി. കാരണം തൃശ്ശൂരിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ടെല്ലാം. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു 1960s പോലത്തെ ഒരു ജീവിതമാണ് എനിക്ക് അവിടെ ചെന്ന് ഫീൽ ചെയ്തത്. പക്ഷെ അവരെ തന്നെ വളരെ ഫാഷനബിളായിട്ട് കാണുന്നുവെങ്കിലും ഈ സൗകര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, മനുഷ്യരുടെ പെരുമാറ്റമൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കത് കുറേ പഴയ കാലഘട്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആർത്രൈറ്റിസിൻ്റെ ഇഷ്യൂ വരുന്നതും ജോലി രാജിവെക്കണം ഡോക്ടർ പറയുന്നതും. വേണ്ട, ഞാൻ അവിടെ തന്നെ താമസിക്കാം, ഡോക്ടറുടെ ഉപദേശം കേൾക്കാതെ അവിടെ തന്നെ വീട് എടുത്ത് താമസിക്കാം എന്ന് കരുതുന്നതും. അവിടെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ, MSW കഴിഞ്ഞുള്ള കൗൺസിലിംഗ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതും. അങ്ങനെ ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഫ്റ്റർ 1.5 years വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക്, ഈ സ്റ്റുഡൻസിനൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ നല്ല തടിയുള്ള, കാരണം നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ശരീരം എല്ലാം വലുതായിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് ഈ ഒരു വോയിസ് മാത്രമല്ല, കുട്ടികൾക്ക് എന്നെ ഒരേ സമയം ഭയവും ഒരേ സമയം ഇഷ്ടമാണ്. ഭയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സൈസ് കണ്ടിട്ട് എന്നെ ഇവർ ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് ഇടുമ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വടിയുണ്ടാവും. ഞാൻ ഓൾറെഡി പഠിച്ചു വളർന്നു വന്ന സാഹചര്യം വളരെയധികം എന്താ പറയുക, സിസ്റ്റമാറ്റിക് അവസ്ഥ കൂടിപ്പോയതിൻ്റെ പ്രശ്നം എനിക്കുണ്ട്. ഭയങ്കര പങ്ക്ച്വലാണ്. ഇപ്പോൾ ഒരു കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ ചെന്ന ശേഷമായിരിക്കും ചിലപ്പോൾ അവിടെ ഓഡിറ്റോറിയം തുറക്കുക. ആ ഒരു പ്രശ്നം എനിക്ക് എല്ലാ കാലത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ചിലടത്ത് വേദിയിലൊക്കെ സംസാരിക്കാൻ വിളിച്ചാൽ ഞാനവിടെ ആദ്യം ചെല്ലും, പിന്നെ ആയിരിക്കും കോളേജ് തുറക്കുന്നത്. അങ്ങനത്തെ ഇഷ്യൂസ് എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഡിസിപ്ലിൻ ഡ്യൂട്ടിയൊക്കെ, ഗ്രൗണ്ട് ഡ്യൂട്ടിയൊക്കെ എനിക്കാണ് എപ്പോഴും വരിക. അപ്പോൾ കുട്ടികളുടെ അടുത്ത് പെരുമാറുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി. തിരിച്ചും എൻ്റെ അടുത്ത് അവർ വളരെ സന്തോഷപൂർവ്വം ജോവിയലായിട്ട്, ഒരു ടീച്ചർ എന്നതിനപ്പുറത്തേക്ക് ദേ ഓൾവേസ് ഹാഡ് എ റിലേഷൻഷിപ്പ് ലൈക്ക് എ മെൻറ്റർ ഓർ എ ഫെസിലിറ്റേറ്റർ. സോ ഐ വാസ് വെരി ഹാപ്പി ഓവർ ദെയർ. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക്, ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് സാറ് ചോദിച്ചു, ഇനി അടുത്ത സ്കൂളിലേക്ക് പോവുകയല്ലേ എന്ന്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന്
അങ്ങനെ എന്നെ പറയട്ടെ, എൻ്റെ നല്ല സമയമല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ആ സ്കൂളുമായിട്ടും ആ നാടുമായിട്ടും വളരെയധികം മാനസികമായിട്ട് അറ്റാച്ച്ഡ് ആയിപ്പോയി. അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ സാറിൻ്റെ അടുത്ത് കുറേ എക്സാമ്പിൾസ് പറഞ്ഞു. അതായത് പലരെയും ഇതുപോലെ അവർ അബ്സോർബ് ചെയ്യും, പല സ്കൂളുകാരും. ഒരു വർഷം കഴിയുമ്പോൾ അവർ നിങ്ങളെ എടുത്ത് കളയും, നിങ്ങൾക്ക് സാലറി ഉണ്ടാവില്ല, ബുദ്ധിമുട്ടാവും. പക്ഷെ ഞാൻ, എൻ്റെ മദറും, എൻ്റെ ഫാദർ വാസ് നോട്ട്, ബട്ട് മൈ മദർ വാസ് വെരി സ്ട്രിക്റ്റ് ദറ്റ് ഐ വാണ്ടഡ് ടു ബി കണ്ടിന്യൂയിങ് ദെയർ. വൈ? ബിക്കോസ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ ഒരു 6-7 മാസമായിരുന്നോ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മാറി. എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി. പിന്നെ അവരവിടെ പൊന്നാനിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അമല ഹോസ്പിറ്റലിലേക്കാണ് ട്രീറ്റ്മെൻറ്റിന് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ, ഞാനും ആക്റ്റീവായി, എൻ്റെ സ്റ്റുഡൻസ് ഇവിടെ വരുന്നു, ടീച്ചേഴ്സ് ഇവിടെ വരുന്നു. അപ്പം ഞാനിങ്ങനെ ആക്റ്റീവായിട്ടും ജോവിയലായിട്ടും കണ്ടപ്പോൾ എൻ്റെ അമ്മ തെറ്റിദ്ധരിച്ചു. എന്ത്, ഞാൻ പൊന്നാനി എന്ന സ്ഥലവുമായിട്ട് ഞാനും മാനസികമായിട്ട് കുറേ അടുത്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ അവിടെ അവരെന്നെ അബ്സോർബ് ചെയ്തു. എനിക്ക് 10,000 എന്നുള്ള സാലറി അവർ 15,000 ആക്കി തന്നു. പക്ഷേ അവിടെയാണ് ആ ഒരു റിയൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ലൈഫിൻ്റെ മറ്റൊരു സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല, എന്തുകൊണ്ട് ഒരു മാരേജ് കഴിച്ചുകൂടാ, ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾ അന്വേഷിക്കട്ടെ. അപ്പം പൊന്നാനിയിൽ അധികവും കുറച്ച് മുസ്ലിം ടീച്ചേഴ്സാണ് കൂടുതൽ. അപ്പോൾ അവർ പെരുന്നാളിനൊക്കെ നമ്മളെ വിളിക്കും. അപ്പോൾ ഇവിടെ വിഷുവിനും ഓണത്തിനുമൊക്കെ ഈ അധ്യാപകരെയൊക്കെ നമ്മൾ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു, ക്ഷണിക്കുമായിരുന്നു. അപ്പോൾ ഇവർ ഓരോ തവണ സദ്യ ഒക്കെ കഴിച്ചിട്ട് പോകാൻ നേരത്ത് എൻ്റെ അമ്മയോടും അച്ഛനോടും ഇൻസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി, വൈ ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് മാരീഡ്, കല്യാണം കഴിപ്പിക്കൂ. അപ്പോൾ എൻ്റെ പാരൻസിൻ്റെ തലയിൽ ഈ സാധനം ഉണ്ടായിരുന്നില്ല, എന്നെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്. കാരണം അവർക്കറിയാമല്ലോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മീ എന്നുള്ളത്, എനിക്ക് പുരുഷനോട് മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവരുടെ കാഴ്ചയിൽ ഞാനൊരു ഗേ ആണ്. ഞാൻ അങ്ങനെ അല്ലെങ്കിൽ പോലും ഞാനൊരു ഗേ ആണെന്നാണ്. ബിക്കോസ് മുമ്പത്തെ ട്രീറ്റ്മെൻറ്റ്സും എല്ലാം ഡോക്ടേഴ്സ് എല്ലാം നമ്മളെ ഗേ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഗേ ആണെന്നുള്ള ഒരു വ്യവസ്ഥയിലാണല്ലോ നമ്മളിങ്ങനെ. കാരണം പുരുഷനോട് തോന്നുന്ന എല്ലാം ഗേ ആണ്. ഈ ശരീരത്തിൻ്റെയോ ജെൻഡറിൻ്റെയോ വൈവിധ്യത്തെയോ ഒന്നും അന്ന് അറിയില്ല, അന്ന് അങ്ങനത്തെ ഒരു സംസാരവും ഇല്ല. അപ്പോൾ ഇവർ ഓരോ തവണ വരുമ്പോഴും ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാൻ തുടങ്ങി. അതായത് അമ്മയും അച്ഛനും അവർക്ക് തോന്നൽ വരികയാണ്, അവർ മരിച്ചു പോയാൽ എനിക്ക് ആരുമില്ല. കൺവെൻഷണൽ ഇഷ്യൂസ് ഉണ്ടല്ലോ. അങ്ങനെ ഇവർ ഞാനറിയാതെ പലയിടത്തും പോയി ജ്യോത്സ്യനെ കാണുന്നു, പെണ്ണ് കാണാൻ നോക്കുന്നു. അപ്പം ഞാൻ വളരെ സന്തോഷമായിട്ട് അവിടുന്ന് പൊന്നാനിൽ നിന്ന് പച്ചക്കറിയും ചിക്കനും മുട്ടയും പിന്നെ ചേനയും മാങ്ങയൊക്കെ ആയിട്ട് 2 കയ്യിൽ സാധനങ്ങളായിട്ട് KSRTC ബസ്സിൽ വന്ന് ഇറങ്ങും. ഇതിവിടെ കൊണ്ട് നമ്മൾ വേവിച്ച് വറക്കുക എന്ന് പറയില്ലേ, നമ്മളിതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇവർ, അതുവരെ സംസാരിക്കാത്ത അമ്മ, അതാ ജാതകം, ജാതകം എന്താ, ഇതൊരു പെണ്ണിൻ്റെ ജാതകം, എന്തിന്? അല്ല, അധ്യാപകർ വന്നപ്പോൾ പറഞ്ഞില്ലേ കല്യാണം കഴിക്കണ്ടേ. കല്യാണമോ, എന്തിന്? എനിക്ക് പിള്ളേരുണ്ടാവില്ല, നിങ്ങൾക്കറിയാമല്ലോ. അതൊന്നും സാരമില്ല, ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞാൽ നിനക്ക് ആരുമില്ല. ഈ ഒരു പ്രഷർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്രയും കാലം ഞങ്ങളത് സഹിച്ചു, ഇനി നിൻ്റെ തലയിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ലേഡിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്. അവർക്കറിയാം ഞാൻ പുരുഷനല്ല എന്നറിയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 സ്ത്രീകൾ, ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീയും ഒരു സിസ്ജെൻഡർ സ്ത്രീയും ഒരു കൂരയ്ക്കടിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യം.